കനകാംഗി? അല്ല, ഒരു സംശയം. സ്വന്തം പിതാവിന്റെ ബലികർമ്മങ്ങളും ചിതാഭസ്മ നിമഞ്ജനവുമല്ലേ ഒരു മകൻ ചെയ്യേണ്ടതുള്ളൂ? കനകാംഗി എന്താണ് പരസ്പര ബന്ധമില്ലാതെ പുലമ്പുന്നത്? നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ കനകാംഗി പരസ്പര ബന്ധമുള്ളതേ പറയൂ ഏകജാത. ഉറ്റവരേറെയില്ലാത്ത ഏകജാതന്, മഹാവിജയങ്ങൾ അനുഭവിക്കാത്ത ഏകജാതന് പരാജയപ്പെടാൻ തെല്ലും മനസ്സില്ല കനകാംഗി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പുലമ്പലുകൾ തെളിച്ചമുള്ളതാകണം. ഏകജാതന്റെ കാതുകളിൽ പതിയുന്നത് സത്യങ്ങളായിരിക്കണം. മുഖവുര ഏറെ ഇല്ലാതെ കനകാംഗി പറയുന്നതൊക്കെയും സത്യങ്ങളായിരിക്കും. ക്ഷമയോടെ കേട്ടതിന് ശേഷമാകണം നിമഞ്ജനവും ശിഷ്ടകർമ്മങ്ങളും. ദുസ്സാഠ്യങ്ങളും അക്ഷമയുമുള്ള നിന്റെ വളർച്ച കണ്ട് ശീലിച്ചതാണ് ഈ കനകാംഗി. അതുകൊണ്ട് മാത്രമാണ് അപ്രിയമെന്നറിയാമെങ്കിലും മനസ്സിൽ സൂക്ഷിച്ചത് പറയാമെന്ന് വെച്ചത്. ഏകജാതൻ എന്ന ഈ ദുശാഠ്യക്കാരന് അപ്രിയമെന്ന് ഉറപ്പുള്ളതാണെങ്കിൽ അനന്തരഫലം എന്തായാലും അനുഭവിച്ചു തീരൂ. പറയൂ. അമ്മയുടെ സ്നേഹവും അച്ഛന്റെ കരുതലുമായി കനകാംഗി ഏതിനും എന്തിനും നിഴലായി കൂടെ ഉണ്ടായിരുന്നില്ലേ? മതി. സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും കണക്കുകൾ നിരത്താതെ സ്ഫുടമായി കാര്യങ്ങൾ വ്യക്തമാക്കൂ. വേഗം. അല്ല, ദേവമ്മയുടെ ശിക്ഷ ഏറ്റുവാങ്ങി മരണം വരിച്ച കുശലൻ ഏകജാതന്റെ പിതാവല്ല. വിശ്വസിക്കാനാവുന്നില്ല കനകാംഗി. നീ പറഞ്ഞത് സത്യമല്ലെങ്കിൽ ചുട്ടരിക്കും ഞാൻ. ആരാണ്? കുശലൻ അല്ലെങ്കിൽ പിന്നെ ആരാണ് എന്റെ പിതാവ്? വരദരാജ പെരുമാൾ, ദേവമ്മയുടെ ഭർത്താവ്. നമ്മുടെ കാലുകൾക്ക് കേൾവി നഷ്ടമായിരിക്കുന്നു. ശിരാപടലങ്ങൾ വലിഞ്ഞു മുറുകുന്നു. രോമകൂപങ്ങളിൽ രക്തം പൊടിയുന്നു. അപ്പോ ശ്രാവണി നിന്റെ പെങ്ങൾ നീചനായ കുശലൻ പോലും മറച്ചുവച്ച ഈ രഹസ്യം നീ അങ്ങനെ മനസ്സിലാക്കി. ചോദിച്ചത് കേട്ടില്ലേ? കനകാംഗി എങ്ങനെ മനസ്സിലാക്കിയ? എല്ലാത്തിനും മുഖസാക്ഷിയാണ് ഞാൻ. ഇല്ല, ഉലിക്കഴിച്ച മന്ത്രങ്ങളും ഉപാസനകളും ഏകജാതൻ എന്നേക്കുമായി മറന്നിരിക്കുന്നു. എന്നേക്കുമായി. ഇനിയുള്ള നാൾ വഴികളിൽ ത്രിമൂർത്തികളോ അവതാരങ്ങളോ ദേവാംശമുള്ള ഓർമ്മകൾ പോലും ഉണ്ടാകില്ല ഈ ആവിഹിത സന്തതിക്ക്. ആ പേര് ചൊല്ലി വിളിക്കരുതന്നെ. നീചമായ സത്യങ്ങളുടെ മൂടി തുറന്നു വെച്ച കനകാംഗി ശേഷം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ച് മതിയാകൂ. കേട്ടു പറക്കണം എനിക്ക്, ആർത്തുല്ലസിക്കണം എനിക്ക്, സോമരസത്തിൽ ആനന്ദിക്കണം എനിക്ക്. പേറ്റുനോവിനാൽ കരയുന്ന രേവമ്മയ്ക്കായി സൂതികർമ്മണിയെ കൊണ്ടുവരാൻ കുശലനെ ഏർപ്പെടുത്തിയ ശേഷം വരദരാജ പെരുമാൾ വന്നെത്തിയത് കുശലന്റെ ഗ്രഹത്തിലായിരുന്നു. നിന്റെ പെറ്റമ്മ വർണ്ണമല്ലികയുടെ അറയിലേക്ക്. അവളുടെ ദീനവിലാപം കേട്ട് ഓടിയെത്തിയ എന്നെ ദൃഢകാതുരനായ വരദരാജൻ ഒറ്റ താഴ്ന്നത്താൽ ബോധരഹിതയാക്കി. ആവോളമായി കനകാംഗി സത്യങ്ങളുടെ ഭാണ്ഡം വിഴിപ്പ് പോലെ ഈ നെഞ്ചിലേക്ക് കുടഞ്ഞിട്ട് എന്റെ വളർത്തമ്മയായ കനകാംഗിക്ക് ഞാനൊരു പാരിതോഷികം തരുന്നുണ്ട്. മകനെ ഏകജാത, സ്നേഹം നിറഞ്ഞ വിളികളെ കേൾക്കാനുള്ള കാതുകൾ എന്നേക്കുമായി അടഞ്ഞുപോയിരിക്കുന്നു. കാഴ്ച തരുന്ന കൃഷ്ണമണികളിൽ വിഷമുള്ളുകൾ തറഞ്ഞിരിക്കുന്നു. ഉഗ്ര വിഷമുള്ള സർപ്പദംശനത്തിൽ പ്രാണന്റെ പാതയും ഉറഞ്ഞുപോയിരിക്കുന്നു.
ഈ കനകാംഗിയുടെ തുറന്നു പറിച്ച് എന്റെ ഏകജാതന്റെ മനസ്സ് ഏയ്! ഏയ്! കനകാംഗിയുടെ വേഷം അവസാനിച്ചിരിക്കുന്നു. ആ അധരങ്ങൾ ഇനി അനക്കമറ്റതാകണം. കാരണം പെരുമാൾപുരത്തിന്റെ പാതയോരങ്ങളിൽ എതിർശൂന്യനായ ഏകജാതൻ എന്ന അഭിഹിത സന്തതിയുടെ കഥകൾ കറങ്ങി നടക്കരുത്. അതിന് അതിന് ഈ അഭിഹിത സന്തതി അനുവദിക്കില്ല. കനകാംഗിയും ഏകജാതനും മാത്രം അറിയുന്ന ചില സത്യങ്ങൾ ഇതോടെ മണ്ണടിയട്ടെ. ഏറെ അലിവോടെ കനകാംഗി അറിയിച്ചതാണ് എല്ലാം. പക്ഷേ സഹിക്കാനൊരു മനസ്സു വേണ്ട. ആരുമില്ലാത്തവൻ ആഹാരം വിളമ്പിയ കനകാംഗി അറിഞ്ഞതൊക്കെ ആത്മാർത്ഥമായി പൊഴിഞ്ഞ വളർത്തമ്മയ്ക്ക് ഈ ഏകനാഥന്റെ അന്ത്യം ചുമന്നു. ഏകജാതന്റെ ഈ കരങ്ങൾക്ക് ഇനി വിശ്രമമില്ല. അതെ, ശിഷ്ടായുസിൽ നല്ലതും നന്മയും ആഗ്രഹിക്കാതെ പടയോട്ടം നടത്തും ഈ അവിഹിത സന്തതി. കാലപാശം കയ്യിലെന്തി ജീവനെടുക്കുന്ന കാലപുരിയുടെ യമധർമ്മരാജനാണ് ഇനി എന്റെ ആശ്രയം. അതിനായി തപസ്സാരംഭിക്കും. നമുക്ക് മുന്നിൽ മരണദേവൻ പ്രത്യക്ഷനാകും വരെ ശ്വാസം മാത്രം ആഹരിച്ച് ഈ ഏകജാതൻ തപസ്സൊരുക്കും. അതെ, കൊടും തപസ്. യുദ്ധമോ രക്തച്ചൊരിച്ചിലോ ആഗ്രഹിക്കാത്ത അടിയന്റെ മനസ്സിൽ ദേവി മാത്രമാണ്. അനുഗ്രഹമല്ലാതെ മറ്റൊന്നും വേണ്ട. യുവതിയായും മാതാവായും മഹതിയായും നിറയുന്നവളല്ലേ ദേവി ഓരോ സ്ത്രീ ജന്മവും. എന്നിട്ടും മത്തഗജങ്ങളെ പോലും മര്യാദ പഠിപ്പിക്കുന്ന പെരുമാൾപുരത്തിന്റെ സർവാധികാരി കണ്ണീർ വീഴ്ത്തുന്നു. ചണ്ഡികാ മാതാവിന് മുന്നിൽ കണ്ണീരും സങ്കടവും തുറന്നു കാണിക്കുന്നതിൽ അപമാനം ഏതുമില്ല മകളെ. അമ്മേ, ഭംഗിയില്ലാത്ത ചോദ്യമാണെങ്കിലും അമ്മ കരയുകയോ ദേഷ്യപ്പെടുകയോ അരുത്. തുറന്നു പറയും മകളെ, എന്താണ്? പഴങ്കഥയിലെ ഉദയപുരത്ത് നിന്ന് പെരുമാൾപുരമായി അങ്കനാഭരണം ആരംഭിച്ച രേവമ്മ എന്ന പെൺകരുത്ത് അധികാരത്തിന്റെ ഈ സിംഹാസനത്തിൽ ഉറച്ചിരിക്കാൻ എത്ര മാനവരെ കൊന്നൊടുക്കിയിട്ടുണ്ട് മകളെ. ഇത്ര പോലും കൈവിട്ടുപോയ കഴിഞ്ഞ രാത്രി ഈ മകൾക്ക് സമ്മാനിച്ച ചോദ്യമാണിത്. മകളെ, അധികാരത്തിന്റെ തേൻ നുകരാൻ കൊതിച്ചവളല്ല ഈ രേവമ്മ. ശ്രാവണിയുടെ ചോദ്യത്തിന് ഒരൊറ്റ വരിയിൽ മറുപടി നൽകൂ അമ്മേ. ഇത്ര ഹിംസകൾക്ക് ശേഷമാണ് ഈ സിംഹാസനം ലഭിച്ചത്. ഇല്ല മകളെ, ഇല്ല. ഈ അമ്മയെ വിശ്വസിക്കുക. ഈ കൈകൾ കൊണ്ട് ഒരു ജീവൻ പോലും എടുത്തിട്ടില്ല. സത്യം, ആരെയും നിഗ്രഹിച്ചിട്ടില്ല. അമ്മേ,
ഓർമ്മ വെച്ച നാൾ മുതൽ ഈ നിമിഷം വരെ ചണ്ഡികാദേവിയുടെ നാമത്തിൽ ഞാൻ പറയുന്നു, ഒരു മനുഷ്യജീവനും ഞാൻ അപഹരിച്ചിട്ടില്ല, ഒന്നൊരുക്കിയിട്ടില്ല. ഇനിയും മകളുടെയും മാലോകരുടെയും നാവിൽ നിന്ന് ശരവർഷം പോലെ ചോദ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ അമ്മയൊരു കഥ പറയാം. കൗമാരം പടിവാതിക്കൽ മാത്രമെത്തിയ രേവതി എന്ന പെൺകുട്ടി നവരാത്രി മണ്ഡപത്തിൽ നൃത്തം ചെയ്യുന്ന നിമിഷം അംശാധികാരിയായിരുന്ന വരദരാജ പെരുമാളും സംഘവും കാഴ്ചക്കെത്തിയതറിയാതെ ആ നൃത്തം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായിരുന്നു. ബാല്യം വിട്ടുമാറാത്ത രേവതിയോട്, അവളുടെ ശരീരത്തോട് വിപത്തം അകന്നു മാറി തുടങ്ങിയ പെരുമാൾക്ക് പ്രണയമായിരുന്നെന്ന്. മതി മതി അമ്മേ, എനിക്ക് കേൾക്കണ്ട. അന്ന് ഋതുമതി പോലും ആകാതിരുന്ന മകളെ ഉപദ്രവിക്കരുതേ എന്ന് അപേക്ഷിച്ച സാധുവായ എന്റെ മാതാപിതാക്കൾക്ക് പൊന്നും നിലവും നൽകി നിശബ്ദരാക്കിയിട്ട് പെരുമാൾ രേവതി എന്ന എന്നെ സ്വന്തമാക്കി. അമ്മ മതി, വേണ്ട. ഭീതിയുടെ നാടുകളിൽ എവിടെയോ അവൾ ഋതുമതിയായി, പരിചാരകരുടെ തമ്പുരാട്ടിയായി, പെരുമാളുടെ രതിക്രീഡകളുടെ ദാസിയായി, അങ്ങനെ ഈ ശ്രാവണിയുടെ അമ്മയായി, എന്റെ പെരുമാൾപുരത്തിന്റെ രേവമ്മയായി. മതി, ഇനി എനിക്ക് കേൾക്കണ്ട. കേൾക്കണം, ശ്രദ്ധയോടെ കേൾക്കണം. നിന്റെ പിതാവായ വരദരാജ പെരുമാളുടെ ജീവൻ അപഹരിച്ചതും ഞാനല്ല, രേവമ്മയല്ല. പെരുമാൾപുരത്തെ ചന്തം നിറഞ്ഞ അങ്കനമാരുടെ ആത്മാഭിമാനത്തെ നിത്യമെന്നോണം കവർന്നെടുത്ത പെരുമാളുടെ ദുഷ്ടതയെ ഇല്ലാതാക്കിയത് ചാവേറുകളാണ്. അർദ്ധനാരികളായ പെരുമാൾപുരത്തിന്റെ വജ്രത്തിളക്കങ്ങൾ. ഈ രേവമ്മയുടെ നിത്യ സംരക്ഷകർ മണിദീപികയും ഹരിണിയും. അമ്മേ, നമ്മുടെ മണിദീപികയും ഹരിണിയും? അതെ, വരദരാജന്റെ കുതിപ്പുകൾക്ക് കടിഞ്ഞാണിട്ടത് അവരാണ്. പിറക്കാതെ പോയ എന്റെ പൊന്നുമക്കൾ. അമ്മേ, ഈ മകളുടെ മനസ്സ് നിറഞ്ഞു. ആജ്ഞകളുടെ വാറോലയുമായി ഈ പെരുമാൾപുരത്ത് ആരും കടന്നു വരാൻ അനുവദിക്കില്ല ഈ ശ്രാവണി. മകളെ, ഏതോ വിപത്തിന്റെ സൂചന. ആടിമാസപ്പിറവി മുതൽ മഹോദയപുരമാകെ അസ്വസ്ഥതയുടെ കവചമണിഞ്ഞിരിക്കുന്നുള്ളൂ. റാണിയുടെ ദീനം മുതൽ പെരുമാൾപുരത്തിന്റെ കുത്തിനോവിക്കലുകൾ വരെ ഈ വരഹേന്ദുവിനെ നിദ്ര പോലും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. കൈലാസഗിരിക്ക് സമാനമായ ശാന്തത മഹോദയപുരത്തിനും സാധ്യമാക്കണമേ മഹാദേവ. ജ്യേഷ്ഠ, അനുജ, റാണിയുടെ വ്യാധി മാറിയിരിക്കുന്നു. നാമും മഹോദയപുരവും ഇന്ന് ഏറെ സന്തോഷത്തിലാണ്. ഏറെ നാളുകൾക്ക് ശേഷം സന്തോഷം തിരികെ കിട്ടിയ അങ്ങയുടെ മുഖത്ത് നോക്കി നമുക്ക് അനുജ, മുഖവര എന്തിന്? കാര്യം പറയൂ. അല്ല ജ്യേഷ്ഠ, നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് പെരുമാൾപുരത്തിന്റെ സൈന്യബലവും രേവമ്മയുടെ മനോബലവും. പെരുമാൾപുരം ദേശത്ത് ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ യുദ്ധം പോലും ആവശ്യമില്ല. നമ്മൾ രണ്ടാളും മാത്രം മതിയാവില്ല അനുജ. കാവേരിപ്പുഴയിൽ ജനകന്യകമാരെ പോലെ രേവമ്മയുടെ നാവികപ്പട സദാ ജാഗരൂകരാണ്. അതിർത്തി ലംഘിച്ച് മറുകരയിലെത്തിയാൽ ശത്രുഗന്ധം പോലും തിരിച്ചറിയുന്ന മതയാനക്കൂട്ടം, കൂടാതെ രേവമ്മയുടെ പെൺസേന, മരണഭയമില്ലാത്ത ചാവേറുകൾ അങ്ങനെ നീളുന്നു. ഇത്ര വിശദമായി ഇങ്ങനെ വിവരം ലഭിച്ചു. ഏകജാതൻ, പെരുമാൾപുരത്തിന്റെ പതനം ആഗ്രഹിക്കുന്ന ഒറ്റയാണ്. ഏകജാതനോ? ശത്രു രാജ്യത്തു നിന്ന് വന്നു ചേർന്നവനെ നാം എങ്ങനെ വിശ്വസിക്കും? എല്ലാം ആലോചിച്ചു മതി. ആലോചനകളില്ലാത്ത തീരുമാനങ്ങൾ ആപത്തുകൾക്ക് കാരണമാകും. വന്നു ചേർന്ന ആളെവിടെ? അങ്ങയുടെ അനുവാദത്തിനായും നമ്മുടെ സൈന്യത്തിന്റെ സഹായത്തിനായും കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ തോണിപ്പുരയും. അനുവാദമില്ലാതെ അതിർത്തി കടന്നു വന്നതിന്റെ ആശങ്ക നമുക്ക് ഇനിയും ശേഷിക്കുന്നു. ജ്യേഷ്ഠ, ഈ അശ്വരൂപനും അനുവാദമില്ലാതെയാണ് പെരുമാൾപുരത്ത് പ്രവേശിച്ചത്. എതിർ സ്വരം എന്തിനനുജ? ജ്യേഷ്ഠൻ ക്ഷമിക്കണം. മുറിപ്പെടുത്തുന്ന വാക്കുകളായി തോന്നിയെങ്കിൽ മാപ്പ്. സാരമില്ല. അപമാന ഭാരത്താൽ നീറുന്നതിന്റെ ഹൃദയവ്യഥ
നമുക്ക് മനസ്സിലാകുന്നു. സന്തോഷത്തിമിർപ്പിലാണ് സൗമിനി. അതുകൊണ്ട് തന്നെ സമവായവും സമാഗമവും കൊട്ടാരത്തിൽ വേണ്ട, തോണിപ്പുരയിൽ തന്നെയാണ്. അതെ, സായാഹ്നമാകുമ്പോൾ ജ്യേഷ്ഠന്റെ വരവ് പ്രതീക്ഷിച്ച് ഞാനും ഏകജാതനോടൊപ്പം തോണിപ്പുരയിലുണ്ടാകും. ആവേശത്തിന്റെ നെറുകയിലാണ് അനുജൻ. ആഗതനായവൻ ആരെന്ന് പോലും അറിയാതെയുള്ള നീക്കങ്ങൾക്ക് അകമ്പടി നിന്നുകൂടാ. ചരിത്രം അങ്ങനെയാണ്. ഒറ്റുകൊടുക്കുന്നവരൊപ്പം പറ്റിച്ചേർന്നവർക്കൊക്കെയും വിനാശമാണ് ഫലം, സർവനാശം. മഹാരാജൻ, സുഖകരമായി നിദ്ര വിട്ടുവരുമ്പോ അന്തപുരത്തിൽ അങ്ങയെ കണ്ടില്ല. ആണോ? എന്റെ പ്രിയപ്പെട്ടവൾ ഒന്ന് ചിരിച്ചേ. എന്താ ഇപ്പൊ ഇങ്ങനെ? സൗമിനി, എത്ര നാളുകൾക്ക് ശേഷമാണ് നീ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്? റാണിയുടെ രോഗാതുരമായ നാൾ വഴികൾ ഈ വരഹേന്ദുവിന് നരകതുല്യമായിരുന്നു. ഉണങ്ങാത്ത മുറിവുകൾ ഇല്ലല്ലോ പ്രിയനെ. നമ്മുടെ അനുജൻ സൗമിനിക്കായി കൊണ്ടുവന്ന ഔഷധ തീർത്ഥമാണ് മൃതസഞ്ജീവനിക്ക് തുല്യമായി രക്ഷയായത്. അസ്തമനത്തിന് ശേഷമുള്ള പുലരി പോലെ നീ ഇങ്ങനെ ചേർന്നു നിൽക്കുമ്പോൾ ശാന്തമാണ് മനസ്സ്. കൈലാസഗിരിയിലെ മഹാപ്രഭുവിന്റെ പാതാരവിന്ദങ്ങളിൽ പറ്റിച്ചേർന്ന മഞ്ഞുതുള്ളിയുടെ തണുപ്പായിരുന്നു ആ ഔഷധ തീർത്ഥത്തിന്. അങ്ങയുടെ സാമീപ്യം കൊണ്ടും പ്രഭാതമഴയുടെ സ്പർശം കൊണ്ടും ഈ സൗമിനി അതേ ആനന്ദത്തിലും ഭക്തിയിലുമാണ്. സൗമിനി, അതേ ആനന്ദവും സന്തോഷവും പ്രണയവും എന്നും നമുക്ക് വേണം. ഒപ്പം ഭംഗി നിറഞ്ഞൊരു പൊൻകുഞ്ഞിനെയും. വേണം പ്രമദവനത്തിലെ ശലഭം പോലൊരു തളിർമുട്ട്, അലങ്കാര തൊങ്ങലുകൾ ചാത്തിയ ചന്ദനത്തൊട്ടിലിൽ നിറപുഞ്ചിരിയുമായ ഒരു കുഞ്ഞു വരഹേന്ദു. ആകാശദീപങ്ങളോട് പോലും ഞാൻ കരയിച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടി. ഓർമ്മകൾ ഇങ്ങനെ നിറയുകയാണ്. പ്രണയസാഫല്യമായി കരം പിടിച്ചതിനും പത്നീപദം തന്നൊപ്പം ചേർത്തതിനും നിലയ്ക്കാത്ത സ്നേഹപ്രവാഹം കൊണ്ട് ഞാൻ കടം വീട്ടും.
എനിക്ക് വഴിമാറിക്കൊടുത്തിരിക്കുന്നു. ഈ മഹോദയപുരത്തേക്ക് അഭയാർത്ഥിയായല്ല ഞാൻ എത്തിച്ചേർന്നത്. മഹാവിജയത്തിന്റെ പങ്കാളിത്തം അരക്കിട്ടുറപ്പിക്കാനാണ്. ആശങ്ക വേണ്ട ഏകജാത. നമുക്ക് ക്ഷമ നശിക്കുന്ന സ്വരൂപ. ക്ഷമയും നല്ലൊരു ആയുധമാണ് ഏകജാത. മഹാവിജയങ്ങൾക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ. വരകേന്ദ്രാതിന് പ്രണാമം. അനുവാദം തേടാതെ അതിർത്തി കടന്നു വന്നത് അപേക്ഷയുടെ സ്വരം ഉയർത്താനല്ല രാജൻ, പൊതുശത്രുവിന്റെ പരാജയം എളുപ്പമാക്കാനാണ്. ഏകാംഗ സൈന്യമായി നുണയാൻ വിജയം മാത്രം. ഏകജാതന്റെ ഭൂതകാലത്തെക്കുറിച്ചോ രേവമ്മയുമായുള്ള ശത്രുതയെക്കുറിച്ചോ നാം തിരയുന്നില്ല. എന്നാലും സ്വന്തം ദേശത്തിന്റെ പതനം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ലക്ഷ്യമെന്തെന്ന് വ്യക്തമാക്കിയേ തീരൂ. ലക്ഷ്യമൊന്നു മാത്രം, അധികാരം, പരമാധികാരം. പെൺഭരണത്തിന്റെ ചിറകരിഞ്ഞ് പെരുമാൾപുരത്തിന്റെ സിംഹാസനത്തിൽ ഏകജാതനെത്തണം. ജ്യേഷ്ഠ, നമ്മുടെ സൈന്യബലവും ഏകജാതന്റെ പോരാട്ടവീര്യവും ഒരുമിച്ചാൽ കേവലം ഒരു പകൽ മാത്രം മതിയാകും യുദ്ധം ജയിക്കാൻ. സ്വന്തം രാജ്യത്തിനെതിരെ കച്ചമുറുക്കിയ ഏകജാതൻ യുദ്ധനീതിയുടെ ബാലപാഠങ്ങൾ പോലും മറന്നിരിക്കുന്നു. സൈന്യബലമില്ലാത്ത ഏകജാതന് മാനവരാൽ മരണം ഒരിക്കലും സംഭവിക്കില്ല എന്ന ദിവ്യമായ വരം കാലപുരിയുടെ നാഥനായ യമധർമ്മരാജൻ നൽകിയിട്ടുണ്ട്. പക്ഷേ അങ്ങേക്കും അനുജനും മരണത്തിന്റെ കാലപാശം എപ്പോൾ മുറുകുമെന്ന് നിശ്ചയവുമില്ല. വരസിദ്ധിയുള്ള ഏകജാതനും സൈന്യബലമുള്ള മഹോദയപുരവും ഒന്നിച്ചാൽ ഒരു ദിനം വേണ്ടിവരില്ല വിജയം നേടാൻ. പക്ഷെ ഒന്നു മാത്രമുണ്ട് ഓർമ്മയിൽ കരുതി വെക്കാൻ: ഈ ഏകജാതനായിരിക്കണം പെരുമാൾപുരത്തിന്റെ അധികാരി. പോരാട്ട ഭൂമിയിൽ വരസിദ്ധിയുള്ള നിങ്ങളുടെ കരങ്ങളോ വാൾത്തലപ്പോ ഞങ്ങളുടെ ജീവനിൽ ആഴ്ന്നിറങ്ങില്ലെന്ന് എന്തുറപ്പ് ഏകജാത? അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടായിരുന്നെങ്കിൽ വരബലം ഇപ്പോഴുമുണ്ട് മഹാരാജൻ. ശത്രുവിന്റെ ശത്രു മിത്രമെന്ന് കരുതാം. അല്ലെ ജ്യേഷ്ഠ, നമ്മുടെ സൈന്യം ഏകജാതനൊപ്പം ഉണ്ടെന്ന് അങ്ങ് തന്നെ പറയൂ. നമ്മുടെ കരങ്ങളാൽ വരഹേന്ദു മഹാരാജാവിനെ വധിക്കില്ല. സത്യം, ഇത് ഏകജാതന്റെ വാക്ക്. ഏകജാതൻ നമ്മുടെ ശത്രുവല്ല. നമ്മുടെ അനുജനെ അപമാനിച്ചയച്ച രേവമ്മയാണ് നമ്മുടെ ശത്രു. എന്നാൽ വിജയത്തിലേക്ക് നമുക്കൊരു കുറുക്കുവഴിയുടെയും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഏകജാതനുമായൊരു സഖ്യത്തിന് നാം തയ്യാറല്ല. ജ്യേഷ്ഠ, വിജയത്തിലേക്കുള്ള വഴിയിൽ വിളക്കുമരമാകുന്ന വെളിച്ചത്തെ ഊതിക്കെടുത്തരുത്. മഹാരാജാവ് നാമാണ്. തീരുമാനങ്ങൾ നമ്മുടേത് മാത്രമാണ്. അനുകൂലമായ മറുപടി മനസ്സറിഞ്ഞു തരാൻ നമുക്കാവുന്നില്ല. ഒരു പകലോളം നീണ്ട ആലോചനയിലും പ്രാർത്ഥനയിലും മഹാദേവൻ നമുക്ക് തന്ന തിരിച്ചറിവാണിത്. ഏകജാതന് മടങ്ങിപ്പോകാം. അസംഖ്യം നരമ്പലികളുടെ രക്തക്കറ പുരണ്ട ഏകജാതന്റെ കരങ്ങൾക്ക് ഒരല്പം വിശ്രമം, അതായിരുന്നു നനച്ചത്. പക്ഷേ നമ്മെ അപമാനിച്ചയച്ച നിന്നോട് ഇനി വാക്കുകളില്ല. ഒരറ്റം മുതൽ ചുട്ടരിക്കും ഈ ഏകജാതൻ. ഉയർത്തരുത്. സർവനാശത്തിന്റെ യുദ്ധമുഖം ചോരച്ചുവപ്പണിയുമ്പോൾ കുനിഞ്ഞ ശിരസുമായി നീ പെരുമാൾപുരത്ത് കുമ്പിട്ട് നിന്ന് യാചിക്കുമ്പോൾ നിനക്കെതിരെ ആയുധമെടുക്കാനും ശിരസാറത്ത് കാലപുരിയിലേക്ക് അയക്കാനും ഏകജാതനൊരു കൂട്ടുവേണം. നമുക്ക് നേരെ വരുന്ന വാൾമുനകളെ സമർത്ഥമായി നേരിടാൻ നമുക്കൊരു പരിചയം വേണം. അതിനായി എന്റെ പൊന്നനുജനെ ഏകജാതനങ്ങൾ കൊണ്ടുപോവുക. സഹായഹസ്തവുമായി വന്ന ഏകജാതനെ തെറ്റുകാരനും ഒറ്റുകാരനുമാക്കി അപമാനിച്ചയച്ച വരഹേന്ദുവിന്റെ സഹോദര, ദിനരാത്രങ്ങൾ പലത് കഴിഞ്ഞിട്ടും യുദ്ധത്തിനായാലും സഖ്യത്തിനായാലും ഒരു ദൂതനെ പോലും പറഞ്ഞയച്ചില്ല നിന്റെ ജ്യേഷ്ഠൻ. സ്വന്തം അനുജൻ ജീവിച്ചിരിക്കുന്നുവോ എന്ന് പോലും അറിയാൻ. സംഭവിച്ചതൊക്കെയും വിധിയെന്ന് കരുതി വിധിയെപ്പോലെ മൗനം പാലിക്കാനോ പേടിയുടെയും ഭയത്തിന്റെയും കരിമ്പടം പുതച്ച് ഏകജാതന്റെ അടിമയായി ശിഷ്ടായുസ് തികയ്ക്കാനോ തയ്യാറല്ല സ്വരൂപൻ. എന്റെ സിരകളിലും രാജരക്തമാണ്. അതെ,
ഏകജാതന്റെ ആജ്ഞകൾ മാത്രം അനുസരിക്കാൻ വിധിയുള്ള രാജരക്തം സിരകളിലുള്ള സേവകൻ. വെറും അടിമ. ഈ അശ്വരൂപന്റെ പ്രാണനറ്റ് പോകും വരെ നിന്റെ ചെയ്തികൾക്ക് നാം കൂട്ടുനിൽക്കില്ല. അറപ്പാണ് നിന്നെ എനിക്ക്. മരണം വന്ന് വിളിക്കും വരെ ഈ ഏകജാതനൊപ്പമാണ് നീ. അടിമയാണ് നീ. അനുസരണ മാത്രം ശീലിക്കുന്ന അടിമ. മാനവരാൽ കഴിയാത്തത് ദേവതമാരാൽ സാധിക്കുമെന്ന് നിനക്കും ഉറപ്പുള്ളതല്ലേ? നമ്മുടെ മരണാനന്തരം സത്യലോകത്തിരുന്നെങ്കിലും നിന്റെ പിടഞ്ഞുള്ള മരണം അശ്വരൂപന്റെ ആത്മാവ് കാണും. ഇത് സത്യമാണ്, പരമമായ സത്യം. ദേവന്മാർ നാവുയർത്തരുത് ചുനകാമി. കാവേരിയുടെ ആഴങ്ങളിലേക്ക് നിന്നെ അരിഞ്ഞു വീഴ്ത്താനിതും ഈ ബലിത്തറയിൽ ശിരച്ഛേദം ചെയ്ത് കൊത്തി നുറുക്കാതിരുന്നതും മനുഷ്യത്വം കൊണ്ടല്ല. ശത്രുപക്ഷത്തിന്റെ കുന്തമുനകളെ അശ്വരൂപൻ എന്ന പരിചയം കൊണ്ട് നേരിടാനാണ്. എന്റെ മരണം ഒടുവിലായിരിക്കും, വരഹേന്ദുവിന്റെ മരണത്തിന് ശേഷം. അവതാരമൂർത്തികൾ അശ്വരൂപന് ഈ നിമിഷം മരണമാണ് വിധിക്കുന്നതെങ്കിൽ നെഞ്ചിറപ്പോടെ നാം സ്വീകരിക്കും. വാളെടുക്കു യോദ്ധാവേ, വാളെടുക്ക്. അഹങ്കാരത്തിന്റെ ആൾരൂപമായ നിനക്ക് ഒരിക്കലും ഉണങ്ങാൻ സാധ്യമല്ലാത്ത ഒരു മുറിവെങ്കിലും സമ്മാനിക്കും ഈ അശ്വരൂപൻ. ആവേശത്തോടെ അനുജനെ കാണാൻ എത്തുന്ന വരഹേന്ദുവിന് കൊടുക്കാൻ ഒരു സമ്മാനം വേണം. വേണ്ട അശ്വരൂപ? നിന്റെ ശിരസ് അറുത്തു മാറ്റി ഉപ്പളങ്ങളിൽ സൂക്ഷിച്ചു വെക്കും ഈ ഏകജാതൻ. വന്നു ചേരുന്ന വരഹേന്ദുവിനെ കാഴ്ചവെക്കാനായി നിന്റെ കബന്ധം. നമ്മോട് ഒളിപ്പോരിന് വന്ന ശുദ്രകീടങ്ങൾ ആരാണ്? ഞാൻ മണിദീപിക. ഞാൻ ഹരിണി. എവിടെ എവിടെ മഹോദയപുരത്തിന്റെ ശാപസന്തതി എവിടെ? അശ്വരൂപൻ എത്തേണ്ട ഇടത്ത് കൃത്യമായി എത്തിക്കഴിഞ്ഞു ഏകജാത. ഇനി നിന്റെ മരണത്തിലേക്കുള്ള നാഴികകളാണ്. നീ ശത്രുവായി തിരഞ്ഞെടുത്ത ദേവമ്മയുടെ ചാവേറുകളാണ് ഞങ്ങൾ. ജീവൻ കൊടുത്തും ദേവമ്മയെ സേവിക്കുന്ന മണിദീപികയും ഹരിണിയും. പ്രപഞ്ചത്തിന്റെ ഗതിവിഗതികൾ നിശ്ചയിച്ചുറപ്പിക്കുന്ന ആദിപരാശക്തിയുടെ സമീപം നിൽക്കുമ്പോൾ അത്ഭുതവും ആദരവുമാണ്. പ്രണാമം മാതാവേ. പ്രണാമം യമദേവ. മഹോന്നതമായ സുഖങ്ങളുമായി മാനവകുലത്തിലെ ശ്രേഷ്ഠ ജന്മങ്ങൾ നമ്മുടെ ഏവരുടെയും ഹൃദയം തൊടുമ്പോൾ അനുഗ്രഹമായും അവതാരമായും നിറയേണ്ടത് നമ്മുടെ നിയോഗമാണെന്ന് യമദേവനും അറിവുള്ളതാണല്ലോ. നിശ്ചയമായും ലോകമാതാവേ, നിമിഷങ്ങളുടെ ഗുണിതങ്ങളിൽ മാത്രം ചരിക്കുന്ന മാനവരെ ആയുസ് ഒരുങ്ങുമ്പോൾ സത്യലോകത്തേക്ക് മടക്കി എത്തിക്കുന്ന യമധർമ്മന് കർമ്മമൊരുക്കുന്നതും അർദ്ധനാരീശ്വരനടക്കമുള്ള ദേവവൃന്ദങ്ങളാണല്ലോ. ജടാധരന്റെ ധ്യാനത്തിന് വികാരമാകും വിധം അങ്ങയുടെ ഉപാസകനായ ഏകജാതന്റെ അധർമ്മ വിലാപം കൈലാസഗിരിയുടെ ശാന്തത വരെ നാശമാക്കിയിരിക്കുന്നു. ആയുഷിന്റെ തരംഗദൈർഘ്യങ്ങൾ നിശ്ചയിക്കപ്പെട്ട ആ മാനവന്റെ ചെയ്തികൾക്ക് യമധർമ്മരാജൻ പരിഹാരമൊരുക്കില്ലേ? കൽപ്പാന്തത്തോളം നീളുന്ന വിശ്വപ്രകൃതിയുടെ താളം നിശ്ചയിക്കുന്ന ആദിപരാശക്തിയും ജഗത്സ്വരൂപനായ സംഹാരരുദ്രന്റെ മനോനില കൃത്യമായി അറിയുന്ന പാർവതിയും അന്ന് തന്നെയല്ലേ പരിഹാരം അവിടുന്നല്ലേ തീരുമാനിച്ചുറപ്പിക്കേണ്ടത്?
മരണഭയമില്ലാതെ നരബലികൾ തുടർന്നാൽ നമുക്കും ഇടപെടണമല്ലോ. ഒരാഴ്ചവട്ടം മാത്രം നിശ്ചയിക്കപ്പെട്ട അവന്റെ പ്രാണന്റെ തുടുപ്പിനെ നിശബ്ദമാക്കാൻ കാലപാശമായിരിക്കില്ല മാതാവെ കാരണമാകുന്നത്. തൃശൂലധാരിണിയുടെ തൃക്കരങ്ങളാലാവും. പൂർത്തീകരിക്കേണ്ടതില്ല മഹാനുഭാവ. കാലപാശം ഈ കൈകളിൽ സമർപ്പിച്ച പരബ്രഹ്മ സ്വരൂപമേ, പ്രപഞ്ചത്തിന്റെ ചലനവേഗങ്ങൾ നിശ്ചയിക്കുന്ന ആദിമാതാവേ, ധന്യമായ വാക്കുകളും ക്ഷണനേരം കൊണ്ട് നിശ്ചയിച്ച ഈ കൂടിച്ചേരലും ആദരപൂർണമായ അനിവാര്യതയാണ്. മംഗളം ഭവന്തു. ഞാൻ നോക്ക്. ആരാണ് നമ്മുടെ മുഖമാകെ ചമയമണിയിച്ചത്? എന്തൊക്കെയാണത്? നീ ഇപ്പോൾ പെരുമാൾപുരത്തിന്റെ തടവുകാരനാണ്. ആണഹങ്കാരത്തിന്റെ മുഖശോഭ ഇല്ലാതാക്കിയത് ഈ ഹരണിയാണ്. ചായവും ചാന്തും കുങ്കുമവും കൊണ്ട് നീ ഇപ്പോൾ പെണ്ണൊരുക്കത്തിന്റെ ചമയങ്ങളിലാണ്. ഇനിയുമുണ്ട് ഏറെ ഏറെ ബാക്കി. മുഖത്ത് ചായമണിയിച്ചാലും പൊട്ടുകുത്തിയാലും തടവറയിൽ അടച്ച് ഭീഷണി മുഴക്കിയാലും നമ്മുടെ സിരകളിലാകെ പടരുന്നത് പുരുഷരക്തമാണ്. അശ്വരൂപൻ എന്ന ധീരയോദ്ധാവിന്റെ രക്തമാണ്. തോൽവിയേറ്റ് വാങ്ങി നാണം കെട്ട് ഏകജാതിന്റെ വാഴ്മുന നോക്കി മരണം കാത്തു കിടന്നപ്പോൾ നിന്റെ ജ്വലിക്കുന്ന പൗരുഷം എവിടെയായിരുന്നു? ഇത് തടവറയോ അതോ പാഠശാലയോ? പുരുഷനോ സ്ത്രീയോ എന്ന് നിരൂപിക്കാൻ വയ്യാത്ത മുഖമുള്ള നികൃഷ്ട രൂപമേ, ഇത് തടവറ മാത്രമല്ല, പാഠശാല കൂടിയാണ്. മഹാമായ ചണ്ഡികയുടെ ശ്രീമൂല സ്ഥാനം, ആ മൂർത്തിയുടെ നിത്യോപാസകയായ എന്റെ രേവമ്മയുടെ ശ്രീമന്ദിരം. ഒരിക്കൽ അനുവാദമില്ലാതെ ഈ പെരുമാൾപുരത്ത് വന്ന് തോറ്റു മടങ്ങിയവരല്ലേ നീ? എത്രയേറെ അഹങ്കരിച്ചാലും പ്രാണനറ്റു പോകും മുമ്പ് അവസാന ശ്വാസത്തിനായി പിടയുമ്പോ ആൺപെൺ വ്യത്യാസമില്ല മകനെ. കൈലാസനാഥ, എന്റെ മഹാദേവ, ബാല്യത്തിൽ എവിടെയോ കേട്ടുമറന്ന മകനെ എന്ന വിളിയിൽ എന്റെ ഹൃദയം പൊടിയുന്നു ദേവ. വിജയമാണോ ഇത്, അതോ നമ്മുടെ തോൽവിയാണോ ഇത്? ആയുസറ്റു പോകുമെന്ന ഭീതി വേണ്ട അശ്വരൂപന്. പശിയും ദാഹവും അകന്ന് നീ നിദ്രയെ പുൽകുമ്പോഴും കാവലാളായി എന്റെ ഹരിണിയുണ്ടാവും നിനക്കൊപ്പം. അമ്മേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മാതാവേ. അർഹതയുള്ള മനുഷ്യത്വം അശ്വരൂപനും അർഹിക്കുന്നുണ്ട് ഹരിണി. വരാനിരിക്കുന്ന ഉദയങ്ങളിൽ രണ്ടുപേർ കൂടി ഈ പെരുമാൾപുരത്ത് എത്തിച്ചേരും. ഈ ദേശത്തിന്റെ സമാധാനം ഊതിക്കെടുത്താൻ തുനിഞ്ഞിറങ്ങുന്ന രണ്ട് പുരുഷ കേസരികൾ, വരഹേന്ദുവും ഏകജാതൻ. ശത്രുപക്ഷത്തിന്റെ തലകളറിഞ്ഞ് നാം കാവേരിയിലെറിയും. ആസന്നമാകുന്ന അവസാന പോരാട്ടത്തിൽ നമുക്ക് വിജയം സമ്മാനിക്കാൻ മഹാമായ ചണ്ഡികയുടെ ശക്തമായ സാന്നിധ്യം ഉണ്ടാകും ഹരിണി. പരിഭ്രമം എന്തിനു മണിദീപികെ? കാര്യമെന്തെന്ന് പറയും. നമ്മുടെ ശ്രാവണി, നമ്മുടെ പുത്രിക്ക് എന്ത് സംഭവിച്ചു മണിദീപികെ? നമ്മുടെ കുഞ്ഞിനെ കാണുന്നില്ല മാതാവേ. മകളെ, എന്റെ പൊന്ന മകളെ. ഈ കാഴ്ച കണ്ടും മതിയാകുന്നില്ല എനിക്ക്. അതെ, നീയും നിന്റെ മാതാവും സൈന്യാധിപനെ കടുമരത്തിലേറ്റിയപ്പോൾ അനുഭവിച്ച അത്ര സുഖം, അതേ പ്രതികാരം ഈ ഏകജാതനിലും പടരുന്നു ശ്രാവണി. അന്തിമ വിധിയുടെ നിമിഷങ്ങൾ നിനക്കും അടുത്തു കഴിഞ്ഞു ഏകജാതൻ എന്ന മൃഗമേ. നാം പിതാവെന്ന് വിളിച്ചു ശീലിച്ച കുശലനെയും നിങ്ങൾ മൃഗീയമായി കൊന്നു. ഞങ്ങൾ നടപ്പാക്കിയ ശിക്ഷയിൽ തെല്ലും കുറ്റബോധമില്ല. അവർ ഇരന്നു വാങ്ങിയ മരണങ്ങളായിരുന്നു അത്. നിനക്ക് ഉൾഭയം തോന്നുന്നില്ലേ?
ശ്രാവണി, മരണം ഇങ്ങനെ അടുത്തടുത്ത് വന്ന് ഊഞ്ഞാലാടുമ്പോൾ നിനക്കെന്നെ കൊന്നുകളയാൻ തോന്നുന്നില്ലേ ശ്രാവണി? ഏകജാതൻ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ് ഏകജാതൻ. സ്വന്തം മാതാവിനെയും സഹോദരിയെയും പോലും ഭോഗവസ്തു എന്ന് കരുതി ആക്രമിച്ച് ആസ്വദിക്കുന്ന നിനക്ക് മരണം പോലും കുറഞ്ഞ ശിക്ഷയാണ്. തെല്ലും ഭയമില്ല ഏകജാത ഈ ശ്രാവണിക്ക്. നീ തരുന്ന നരക ശിക്ഷ ഏറ്റുവാങ്ങാൻ. നാവിനേറെ നീളമുള്ള നിനക്ക് ആയുസ്സിന് നീളം കുറഞ്ഞു പോയല്ലോ സഹോദരി. ആരും കാഴ്ചക്കാരായി വരാത്തത് കൊണ്ട് ഏകജാതനി ഹിംസയിൽ ലഹരി നഷ്ടപ്പെട്ടിരിക്കുന്നു. നിന്റെ പരിചാരകരില്ലേ, 2 നപുംസകങ്ങൾ? അവരെങ്കിലും നിന്റെ അവസാന പിടച്ചിൽ കണ്ട് കണ്ണു നിറയ്ക്കാൻ നമുക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ഹരമായനെ. ഒട്ടുപോകരുത് നീ. ഒളിപ്പോരിനോ നേർയുദ്ധത്തിനോ ശ്രമിച്ചാൽ നിന്റെ കൺമുമ്പിൽ വെച്ച് നാം വെട്ടി ഉറുക്കുകളെ. ഇളമുറത്തമ്പുരാട്ടിയുടെ പിടഞ്ഞുള്ള മരണം നീയും കാണണം. കരുതി യാചിക്കരുത് മണിജീവികെ. നമ്മുടെ പെരുമാൾപുരത്തിന് അത് തീരാ കളങ്കമാണ്. വിഗ്രഹിച്ച് രസിക്കട്ടെ ഈ നീചൻ. പോകൂ, പോയി മാതാവിനോട് പറയൂ, ഈ ശ്രാവണി ധീരമായി മരണത്തിന് കീഴടങ്ങിയെന്ന്. ഞാൻ പാലൂട്ടി വളർത്തിയ എന്റെ പൊന്നുമകളെ കണ്ട് കൊതി തീർന്നു പോലുമില്ല. ഉള്ളപ്പടിയിൽ നിന്ന് നൊമ്പരത്താൻ ഉടലാതെ വിറയ്ക്കുന്നു. ചെട്ടികെ, മഹാമായെ, ജീവനോടെ എന്റെ ശ്രാവണിയെ തിരികെ കിട്ടിയേ തീരൂ. അനുഗ്രഹിക്കണേ അമ്മേ.
എന്റെ മകൾക്കൊന്നും സംഭവിക്കില്ല. എന്റെ മണിദീപികയും ഹരിണയും കൊണ്ടുവരും അവളെ. എന്റെ പൊന്മുത്തിനെ കൊണ്ടുവന്നിരിക്കും. എവിടെ എവിടെ എന്റെ മകൾ? എവിടെ? വരുന്നുണ്ട്. ശ്രാവണിയും മണിദീപികയും വരുന്നുണ്ട്. ഈ ഏകജാതനെ പൊരുതി തോൽപ്പിക്കാൻ കച്ചമുറുക്കി അംഗത്തിനിറങ്ങിയ ധീരവനിതകൾ വരുന്നുണ്ട്. ആരുടെയൊക്കെയോ ചുമലിലേറി വരുന്നുണ്ട്. തയ്യാറായി കാത്തു നിൽക്ക് രേവമ്മ, ഉടയാത്തൊരു ചെമ്പട്ട് പുതപ്പിക്കാൻ. കൊന്നു കളഞ്ഞ നീ അവളെ. പറയണ മൃഗമേ, പറയാൻ. കൊന്നു. ഈ പെരുമാൾപുരത്ത് നീ ഒരുക്കിയ കടുമരത്തിൽ, നീ ശിക്ഷ നടപ്പാക്കിയ അതേ തൂക്കുമരത്തിൽ നിർഭയം കൊന്നു. അനക്കമറ്റ ജഡമാകും വരെ ഈ ഏകജാതൻ ഇമ്മ ചിമ്മാതെ അത് കണ്ട് കണ്ട് കണ്ടങ്ങനെ നിന്നു. നിനക്ക് എന്നെ ഗ്രഹിക്കാമായിരുന്നില്ലേ? ദേവി മഹാമായേ, നമുക്കെതിരെ പ്രതികരിക്കുന്ന എന്തും ഏതും ചുട്ടേരിക്കും ഞാൻ. നിനക്കും ഉണ്ടായിരുന്നില്ലേ ഒരു പെറ്റമ്മ? പാലിന് പകരം നീ അവളുടെ ജീവൻ രക്തമല്ലേ നുകർന്നത്? മഹാശിലകൾക്ക് സമാനമായ നിന്റെ ഹൃദയത്തിൽ വിഷമാണ്, കൊടും വിഷം. ഇടവേളകളില്ലാത്ത ഈ ഏകജാതൻ ഇനിയും നിഗ്രഹം തുടരും. പെരുമാൾപുരത്തിന്റെ ചെങ്കോൽ ഈ വലങ്കയിലാകും വരെ. അതെ, ജനരൂപത്തിലായാലും നിന്റെ നാവിന്റെ ചലനം നിൽക്കില്ല. വാ, നമുക്ക് നേരെ വാടുയർത്തി പായുവാ. എന്റെ ശീലസറുപ്പതി രക്തം കുടിക്ക്. ശേഷക്രിയയ്ക്ക് പോലും ആരുമില്ലാണ്ടായ ഈ രേവമ്മയുടെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങണം നിന്റെ അധികാരക്കൊലിയുള്ള പടവാൾ. ഇനിയൊരു നിഗ്രഹത്തിന് ഏകജാതൻ മുതിരുന്നില്ല. ദീനദീനം വിലപിച്ച് കണ്ണീര് പോലും പറ്റി എരിഞ്ഞടങ്ങിയ മകളുടെ ചുടല നോക്കി നീ ഇരിക്കുമ്പോൾ ഏകജാതൻ ഒരിക്കൽ കൂടി വരും. ഒടുക്കത്ത വരവ്. ചണ്ഡികേ, അനാദിയായ ഈ സാധുവിന്റെ മൂത്താവിൻ അനുഗ്രഹമായി തെളിയണമേ മാതാവേ. അമ്മയുടെ ആജ്ഞ എന്ന് കരുതി ഈ രേവമ്മ ജീവിതത്തിൽ ആദ്യമായി ഉണവാളെടുത്ത് നെഞ്ചോട് ചേർക്കുന്നു. ഹിംസ ആഗ്രഹിക്കാത്ത എന്റെ കരങ്ങൾക്ക് നീ മാത്രമാകണേ തുണ. ദേവി ചണ്ഡികേ നമഃ. പുലർവട്ടം എത്തും മുമ്പേ കരവാളെടുത്ത് കർമ്മനിരതയായ വീരാംഗന യുദ്ധഭൂമിയിലേക്ക് പോകും. ഒറ്റയ്ക്ക് പട നയിച്ച് ഞാനുണ്ടാവും യുദ്ധമുന്നണിയിൽ. വെറും കൈയോടെ മടങ്ങി പോകാനല്ല ഈ വരഹേന്ദു വന്നു ചേർന്നത്. നിന്റെ ശിരസ്സെടുത്ത് വിജയം കൊയ്യാനാണ്. വാളെടുത്ത് നേർയുദ്ധത്തിന് വരൂ. നേർയുദ്ധം മാത്രമാണ് രേവമ്മയ്ക്ക് താല്പര്യം. ഏകജാതിൽ നിന്നും നമ്മുടെ സ്വന്തം മരുന്നിനെ തട്ടിയെടുത്ത് വശീകരണ ഭസ്മം കൊടുത്ത് കിടപ്പറ വരെ എത്തിച്ചില്ലേ നീ? അവസാനം ചോരയും നീരും ഊറ്റിയെടുത്ത ശേഷം ഒന്നുകളഞ്ഞില്ലേ നീ അവനെ? വരഹേന്ദുവിന്റെ സ്വന്തം കൂടപ്പറപ്പിന്. കഥകളുടെ ജൽപ്പനങ്ങൾ രാജനീതിക്ക് പൂജണമല്ല. ഞാൻ ഈ രേവമ്മ അശ്വരൂപനെ നിഗ്രഹിച്ചിട്ടില്ല. ഇത് സത്യം, സത്യം. ചാവേറുകളും മകളും നഷ്ടപ്പെട്ട് പരാജയം സുനിശ്ചിതമായി ഈ പകൽ വെളിച്ചത്തിൽ വരഹേന്ദുവിന്റെ മുഖം നോക്കി കള്ളങ്ങൾ ആവർത്തിക്കുന്നു. നീച ജന്മമേ, നിനക്ക് മരണമാണ് വിധി. നീചനും നികൃഷ്ടനുമായ ഏകജാതനാണ് അശ്വരൂപന്റെ മരണത്തിന് ഉത്തരവാദി. ഇല്ല, എന്റെ അശ്വരൂപനെ കൊന്നു തള്ളിയ രേവമ്മേ വെട്ടി നുറുക്കും ഈ പ്രജാപതി. ഊണിലും ഉറക്കത്തിലും സദാ നേരത്തിലും ഞാൻ വിശ്വസിക്കുന്ന ഉപാസിക്കുന്ന ദേവി ചണ്ഡികയുടെ നാമത്തിൽ
ഈ രേവമ്മ പറയുന്നു അശ്വരൂപനെ നിഗ്രഹിച്ചത് ഞാനല്ല, നിന്റെ സന്നദ്ധ സഹചാരിയായ ഏകജാതനാണ്. ഈ മഴ പെയ്യുന്ന ഈ നെഞ്ചിൽ നിറയെ അനുജന്റെ മുഖമാണ്. നീ മാത്രമാണ് സർവനാശത്തിനും കാരണമായ നിഷേധിയായ സ്ത്രീ. വെട്ടിനുറുക്കി നിന്നെ നിഗ്രഹിച്ച ശേഷം ഈ കൊട്ടാരവും കത്തിച്ച് വെണ്ണീറാക്കും ഈ വരഹേന്ദു. ചുവടൊന്നു പിഴച്ചാൽ ഏത് ശത്രുവും പതറും. പിഴച്ചുപോയ ചുവടുകളും തീരുമാനങ്ങളും ഇനി പെരുമാൾപുരത്തെ പെൺജീവനുകൾക്ക് ഇനി ഉണ്ടാകരുത്. കാലിരുമ്പിന്റെ കരുത്തുള്ള ആൺവർഗത്തിന്റെ അടിമ മാത്രമാകണം നീ അടക്കമുള്ള പെൺവർഗങ്ങൾ. ചണ്ഡികാമാതാവ് നൽകിയ അനുഗ്രഹമാണ് ഈ രേവമ്മയുടെ ജീവനും പെരുമാൾപുരവും. ഈ വരഹേന്ദു ഒരു സൗജന്യം അനുവദിക്കാം. വാളുപേക്ഷിച്ച് മാപ്പിരന്നാൽ നിഗ്രഹം നടത്തില്ല നാം. ശേഷം ദാസിപ്പുരകളിൽ ഒന്നിൽ സർവസംഘ പരിത്യാഗിയായി നിനക്ക് ശിഷ്ടായുസ് തികയ്ക്കാം. നിനക്കുമുണ്ടായിരുന്നില്ലേ ഒരു പെറ്റമ്മ? അവരെ തലമുടനം ചെയ്ത് ദാസിപ്പുരകളിൽ നീ വിൽപ്പനയ്ക്ക് വെക്കുമോ? പറയടാ നീജ. നമ്മോട് പുലഭ്യം പറയുന്ന നിന്റെ നാവ് പിഴുതെറിയും ഈ വരഹേന്ദു. വാദികളില്ലാത്ത ഈ അവസാന അംഗത്തിൽ ചോരയുടെ പുഴയൊടുക്കണം. അടുങ്ങി ഉണരണം ഈ പെരുമാൾപുരം. ആണധികാരത്തിന്റെ കൊടി പാറണം ഈ ചുവന്ന മണ്ണിൽ. നേർയുദ്ധത്തിന് ഞാൻ തയ്യാർ. എട്ടക്കറ പുരണ്ട നിങ്ങളുടെ വാൾത്തളിപ്പുകൾ എന്റെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങും മുമ്പേ ഒരു സ്ത്രീ പ്രത്യക്ഷയാവും. അവതാരപ്പിറവിയുടെ ആ സ്ത്രീ രൂപമാണ് ചണ്ഡിക, ദേവി ചണ്ഡിക. ഇവളുടെ ചോരയും നീരും വീണ് ഈ നിലം പരിശുദ്ധമാകുമ്പോൾ പുതിയ പട്ടാഭിഷേകം നടക്കണം. ഈ ഏകജാതന്റെ പട്ടാഭിഷേകം. അരിവ് നിറഞ്ഞ നിന്റെ ജപങ്ങളും വിലാപങ്ങളും നമ്മുടെ കാതുകളിൽ സുവ്യക്തമാണ്. യമദേവ, യമദേവന്റെ പരസ്യത്തിൽ അഭിവൃദ്ധി പ്രാപിക്കേണ്ട നീ ദുരാഗ്രഹങ്ങളുടെ വഴി തിരഞ്ഞെടുത്തത് വിധിയല്ല. വിവേകമില്ലാത്ത തീരുമാനങ്ങൾ നീ അലങ്കാരമായി തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. സ്വന്തം സഹോദരിയെ നിഗ്രഹിച്ചവനാണ് നീ എന്ന് ഉത്തമ ബോധ്യമില്ലേ ഏകജാത? അത് മാത്രം മതി നിനക്കായി തൊടുകാനുള്ള കാരണം. യമദേവ, നിന്റെ അനുജന്റെ മരണത്തിന് കാരണമായവനെ പോലും ഒപ്പം ചേർത്ത നിനക്ക് മനുഷ്യനെന്ന പദം ഉച്ചരിക്കാൻ പോലും അവകാശമില്ല. അതിനാൽ നാമജപങ്ങളുമായി ഇവിടെയായിരിക്കണം നിന്റെ ശിഷ്ട ജീവിതം. ഇന്നു മുതൽ മഹോദയപുരത്തിനും പെരുമാൾപുരത്തിനും അധികാരി നമ്മുടെ പുത്രി രേവമ്മയായിരിക്കും. രേവമ്മ മാത്രം. മംഗളം ഭവന്തു.